ബിജെപിക്കാരൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ് ആരാധന അടച്ചുപൂട്ടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരുടെ ദിവാസ്വപ്നമാ. നിരപരാധികളായ പാവപ്പെട്ട കേരളത്തിലെ ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് പട്ടി ഷോ കാണിക്കാൻ നിന്നാൽ അതിന് മറുപടി പറയാൻ കേരളത്തിലെ ആർജവമുള്ള പെന്തക്കോസിന്റെ പുതിയ തലമുറയുണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാം. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ, കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്യട്ടെ. ആരാധന നടത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തടയും, ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും. അതങ്ങനെയാ പണ്ട് മുതൽ. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാ. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങത്തടലേയും പുറംതടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താസും കരാട്ടയും മൈഗിരിയും ഒക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ ഉണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. അയ്യോ വണക്കം. കുറേ നാളായിട്ട് കയ്യിൽ കിട്ടണമെന്ന് വിചാരിക്കുന്നു. കയ്യിൽ ഇങ്ങോട്ടേക്ക് എടുത്തു തന്നതിന് കർത്താവായിട്ടുള്ള ഈശോ മിശിഹ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ. ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അവിടെ കുട്ടികളെ പീഡിപ്പിക്കുന്നു, കുട്ടികളെ മർദ്ദിക്കുന്നു, അവിടെ വയോജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ. അത് ആരോപണം മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള സംഭവമാണ്. അതിനെതിരെ BJP പ്രവർത്തകർ എന്ത് ചെയ്യുന്നു? മാർച്ച് നടത്തുന്നു. അവിടെ അങ്ങനെ BJP പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ട്, അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. കുട്ടികളെ പീഡിപ്പിക്കുന്നതും വയോജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. മറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് BJPക്കാരെന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ്. ഇവന്മാർ മണിപ്പൂരിലൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവന്മാർ ഉത്തരേന്ത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? ആ ഉത്തരേന്ത്യ ചെയ്യുന്നത് പോലെ കേരളവും മാറ്റിയെടുക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈലേജ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു അക്ഷരമിണ്ടാതെ BJP പ്രവർത്തകർ ആരാധന തടസ്സപ്പെടുത്താൻ വന്ന് നിൽക്കുകയാണ്. അതായത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും BJPക്കാർ കേരളത്തിൽ ആരാധന തടയുന്നു, ഓ മൈ ഗോഡ് എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുമ്പം എന്താവും? കേരളം മുഴുവൻ BJPക്കെതിരെ തിരിയും എന്നുള്ള ഒരു തന്ത്രമുണ്ടല്ലോ. അത് നല്ല മികച്ച ഒരു തന്ത്രമാണ്. എനിക്കങ്ങ് കോരി തരിച്ചു പോയി ഞാനത് കണ്ടപ്പോൾ. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു തന്ത്രം അവിടെ പയറ്റി. ആ തന്ത്രം പയറ്റി കഴിഞ്ഞ ശേഷം അതിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ്? എലോഹിം വർഷിപ്പ് ഗ്ലോബൽ സെൻറ്റർ എന്നിങ്ങനെ ഉള്ള ഒരു സെൻറ്ററിനെതിരെ വർഷിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനകത്ത് ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നതാണ്. അതായത് ഭീഷണി. പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു. അതായത് സ്നേഹം, ദയ, കരുണ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം പണ്ടൊക്കെ ഫണ്ട് വരുമായിരുന്നു, വലിയ രീതിയിൽ കുഞ്ഞും അധ്വാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ FCRA നിയമമൊക്കെ ശക്തമാക്കിയത് കൊണ്ടും ഇപ്പോൾ അത് പാസ്സാകാൻ പോകുന്നത് കൊണ്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ഫണ്ടിൻ്റെ ഒഴുക്കൊക്കെ കുറഞ്ഞു. പഴയ പോലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞും അധ്വാനിക്കണം. അങ്ങനെ കുഞ്ഞും അധ്വാനിക്കണം എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ സ്നേഹവും കരുണയും ദയയും ഒക്കെ എടുത്ത് നമ്മളങ്ങ് അട്ടത്ത് വെച്ചിരിക്കുകയാണ്. അട്ടത്ത് വെച്ചിട്ട് കമ്പും കുറുവടിയായിട്ട് എന്താണ് ഭരണകൂടത്തെ നേരിടാനുള്ളൊരു പുറപ്പാടിലാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ് ഈ പാസ്റ്റർമാരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ഈ പാസ്റ്റർമാർക്കിടയിലുള്ള ചില റിബലുകളുണ്ട്. ഇവർ തന്നെ ഇവന്മാരുടെ ഈ ആതുര രോഗ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ചില സെറ്റപ്പൊക്കെ ഇറക്കുമല്ലോ. അതായത് കാലില്ലാത്ത ഒരാൾ ജയ്പൂർ ഫൂട്ട് വെച്ച് ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ ജയ്പൂർ ഫൂട്ട് വെച്ച് നടന്നു വരുന്ന ഒരാൾ, അയാളുടെ കാലിൽ ഒരു പാസ്റ്റർ വന്നിങ്ങനെ തൊടുന്നു. പാസ്റ്റർ വന്നിങ്ങനെ തൊടുമ്പോൾ എന്തൊരത്ഭുതം, കാലില്ലാത്തവന് കാല് വന്നിരിക്കുന്നു, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അത്ഭുത പ്രവർത്തികളാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ യവന്മാരെ എല്ലാം പിടിച്ചുകൊണ്ട് വല്ല ഇറാനിലോ അല്ലെങ്കിൽ വല്ല പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ വല്ല യുദ്ധം നടക്കുന്ന യുക്രൈനിലോ റഷ്യയിലേക്ക് കൊണ്ടാക്കണം. അവിടെ ഒരുപാട് പട്ടാളക്കാർക്ക് കയ്യും കാലൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കയ്യും കാലൊക്കെ നഷ്ടപ്പെടുന്ന പട്ടാളക്കാർക്ക് അപ്പം തന്നെ പുളി ഉറുമ്പത് വെടിയിടിക്കുന്നത്
കൊടി പറക്കുത് വേട്ടക്കാരൻ വരതപ്പാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലും കൈയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന എന്ത് ചെയ്യണം, ആ ഒരു സെറ്റപ്പ് ഇവർ തുടങ്ങണം. കാരണം അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് വളരെ വലിയൊരു സംഭവമാണ്, സയൻസിനും അപ്പുറമാണ്. അങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ടാക്കണം. യുക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധം പ്രയോഗിക്കാനായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആണവായുധം പ്രയോഗിക്കാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലണം. ആ സ്ഥലത്ത് ചെന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. എങ്കിൽ നിങ്ങൾക്കൊരു മികച്ച മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തായിരുന്നാലും പണ്ട് ഈ വീഡിയോസൊക്കെ, അതായത് പണ്ട് ഈ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് ഈ പാസ്റ്റർമാരുടെ ചില തുറന്നു പറച്ചിലുകളുണ്ട്. ആ പാസ്റ്റർമാരുടെ തുറന്നു പറച്ചിലുകളിൽ ചില പാസ്റ്റർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു വലിയ ജനക്കൂട്ടം, ആ ഒരു വലിയ ജനക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. പാസ്റ്റർ ഇങ്ങനെ നിന്നിട്ട് ശമ്പള വള ബിമ്പള വള ഓം ക്രീം പുലി ഉറുമ്പത് വെടിയിടിക്കുന്നത് കൊടി പറക്കുത് വേട്ടക്കാരൻ എന്നെ കാണിക്കുന്നു ഈ കൂട്ടത്തിനിടയിൽ സുഗതൻ എന്ന് പറഞ്ഞൊരാളിരിക്കുന്നു. പെട്ടെന്ന് സുഗതൻ എന്ന് പറഞ്ഞൊരാൾ പൊട്ടിക്കല്ലും കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. എന്നിട്ട് അയാൾ ഓടി വന്ന് പാസ്റ്ററിനെ കെട്ടിപ്പിടിക്കുന്ന പാസ്റ്ററിൻ്റെ കയ്യിൽ മുത്തം കൊടുക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇത് റെബലായിട്ടുള്ള പാസ്റ്റർമാർ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആളവിടെ ഇരിക്കുമല്ലോ, ആളവിടെ ഇരിക്കുമ്പോൾ അയാളുടെ അടുത്ത് അയാൾ പോലും അറിയാതെ സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ വന്നിരുന്നിട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നതാണ്. ഓ അത് ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ 2 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, പിന്നെ ഒരു അച്ഛനുണ്ട്, വയ്യാതെ കിടക്കുമെന്ന് പറയും. ഓഹോ അത് ശരി. എത്ര വയസ്സായെന്ന് ചോദിക്കാം. എനിക്ക് 56 വയസ്സായി എന്നൊക്കെ പറയും. അപ്പോൾ ഈ തൊട്ടടുത്തിരിക്കുന്നവൻ ഈ അവിടെ പ്രസംഗിക്കുന്നവൻ്റെ ഏജൻ്റ് ആയിരിക്കും. ഈ തൊട്ടടുത്തിരിക്കുന്നവൻ അവൻ്റെ മൊബൈലിൽ നൈസായിട്ട് എടുത്തിട്ട് SMS സുഗതൻ 56 വയസ്സ്, അച്ഛന് സുഖമില്ല, 2 മക്കൾ എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് വിടും. ആ വേദി നിന്നോട് സുഗതൻ എന്ന് വിളിക്കുമ്പോൾ ഇവൻ ചാടി എഴുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴാണ് ഞാൻ കാണുന്നു വീട്ടിൽ ഒരു തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരു അപ്പാപ്പനെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ സുഗതൻ പിന്നെ കമന്നടിച്ച് വീഴും അവിടെ. അങ്ങനെ കമന്നടിച്ച് വീഴും. 2 പെൺമക്കളാണ് സുഗതനെ അല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, അതേ 2 പെൺമക്കളാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. ഈ 2 പെൺമക്കളുടെ മേലെ ആ ഒരു ശക്തി ഇറങ്ങുന്നത് ഞാൻ ദർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ സുനാപ്ലിക്കേഷനൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പാസ്റ്റർമാർ തന്നെ അതിനകത്ത് നിന്ന് പൊളിച്ചെടുക്കുന്ന വീഡിയോ പണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. അതിനകത്തുള്ള സംഭവമാണ്. പിന്നെ ഈ കയ്യും കാലും ഇല്ലാതെ പറ്റുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ, അതായത് തെങ്ങിന്ന് വീണ് കിടക്കുകയാണ് എൻ്റെ ഭർത്താവ്, തെങ്ങിന്ന് വീണ് തലകുത്തനെ വീണ് ഡോക്ടർമാർ പോലും പറയുകയാണ് ഇനി ഇങ്ങനെ എഴുന്നേക്കില്ലെന്ന്. കുറേ മറ്റേ റിപ്പോർട്ടുകളൊക്കെ പൊക്കി കാണിക്കുമ്പോൾ ഇയാൾ വരും. ഇയാൾ വന്നിട്ട് ഇങ്ങനെ തൊടും. ഇയാളിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എനിക്ക് ഓ മൈ ഗോഡ് എനിക്ക് എന്നിങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഇയാളിങ്ങനെ നൈസായിട്ട് എണീക്കും. അതായത് ഡോക്ടർ പറഞ്ഞു ഇനി എണീക്കില്ല, നടുവില്ല, തളർന്നു പോയി, നട്ടലിൻ്റെ കശേരുകളെല്ലാം ഞെരിഞ്ഞി പിതുങ്ങി എന്ന് പറയുന്ന ആൾ എണീക്കും. ഓട് എന്നിങ്ങനെ പറയുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഓടുന്ന കാഴ്ച. ഇയാൾ എഴുന്നേറ്റ് ഓടുകയാണ്. അതിങ്ങനെ ഓടി ആദ്യം നടക്കാൻ പറയും, ഓടാൻ പറയും. അങ്ങനെ ഓടി അയാളങ്ങ് പോകുന്ന അയാളെ പാസ്റ്റർ തിരിച്ചു വിളിക്കും. തിരിച്ചു പാടേ അവനെ പിടിയണം എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിളിക്കും. തിരിച്ചങ്ങനെ ഇവൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം അവനെ പോയി വാഴാമുട്ടം തോട്ടില്ല വളയക്കകത്തായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് വലിയ അത്ഭുതമാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പിൽക്കാലത്ത് ഈ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ അന്വേഷിക്കാനൊക്കെ ഇറങ്ങി. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ അന്വേഷണങ്ങളൊക്കെ നടന്നപ്പോൾ ഇങ്ങനെ വരുന്നവന്മാർക്കെല്ലാം നല്ല പൈസ ബാക്ക് സ്റ്റേജ് വഴി കിട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുമല്ലോ. ഹിന്ദു ആചാരങ്ങളെയൊക്കെ അങ്ങേ അറ്റം ചോദ്യം ചെയ്യും, മുസ്ലിം ആചാരങ്ങളെ അങ്ങേ അറ്റം ചോദ്യം ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ പല ആൾക്കാരും ആദ്യം ഇതിനെയൊന്നും ചോദ്യം ചെയ്തില്ല. അവരായി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പാരലൽ വേൾഡ് ആണല്ലോ, നമുക്കെന്താ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ആയിക്കൊണ്ട് പോട്ട് എന്ന് നമുക്ക് വിചാരിച്ചങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ഈ പാസ്റ്റർമാരൊക്കെ പിന്നെ പോകെ വലിയ അധോലോകങ്ങളായി മാറാൻ തുടങ്ങി. ഇവന്മാർക്ക് ഗുണ്ടാ സംഘങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. യുവന്മാരുടെ വീടും യുവന്മാരുടെ എസ്റ്റേറ്റുകളും എല്ലാം അങ്ങനെ യുവന്മാർക്ക് പൈസ വന്ന് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഈ പെന്തക്കോസ്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അവരധ്വാനിച്ച് വേർത്തുണ്ടാക്കുന്ന പൈസ തിന്നു പൂണി വീർപ്പിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയും. അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും, ഓ ഈ പാസ്റ്റർക്ക് പോകാനൊരു കാറില്ല, കാറില്ല ഓ എന്ന് പറയും. ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവിടെയുള്ള വിശ്വാസികളെല്ലാം ഓടിക്കൊണ്ട് പൈസയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് സെറ്റപ്പാക്കി എന്ത് ചെയ്യും,
ആ പാസ്റ്റർക്ക് അപ്പം തന്നെ ഒരു ലംബോർഗിനിയോ BMW ഒക്കെ വാങ്ങിക്കാനുള്ളൊരു സെറ്റപ്പ് ആ കാലത്ത് കിട്ടുമായിരുന്നു. അങ്ങനെ ആ കാലത്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് എന്താണ് വലിയ രീതിയിൽ നല്ല ലക്ഷറി ലൈഫായിരുന്നു. അങ്ങനെ ലക്ഷറി ലൈഫിൽ പിന്നെ അങ്ങോട്ട് ഇസ്രായേലിൽ പോകുന്നു, പിന്നെ ചൈനയിൽ പോകാൻ പറ്റില്ല, ചൈനയിൽ പോയ ഉമ്മാർ അണ്ണാക്കി കുത്തും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനൊരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടതാണ്, ചൈനയിൽ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ പള്ളികൾ വരികയാണ്, അതായത് മോളിൽ കെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ ഇത് പണിയുകയാണ് എന്ന് പറയുന്നു. ഇതാണ് ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളം. അങ്ങനെ ഭയങ്കരമായിട്ട് ഇവരൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചു. ഒരു പാസ്റ്ററെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരാൾ പോവുകയാണ്. ആ പാസ്റ്ററെ വീട്ടിലേക്ക് കയറുന്നു. പാസ്റ്ററുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവനൊക്കെ ഇപ്പം മണ്ട പറഞ്ഞ് പോയൊന്നും അറിയില്ല. എന്തായാലും ആ പാസ്റ്ററിൻ്റെ വീട്ടിൽ കയറുമ്പോൾ ആ പാസ്റ്ററോട് ചോദിക്കുന്നു, ഈ വീട് എത്ര രൂപയായി കാണും? ആ പാസ്റ്റർ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, ഇതാ ഈ കസേര കണ്ടോ, ഇത് തേക്കാണ്, ഈ കട്ടിൽ കണ്ടോ, ഇത് തേക്കാണ്, പിന്നെ ഇവിടെ വന്നിട്ട് ഇതാ ഈ സ്റ്റെയർ കേസിൽ കയറുമ്പോൾ ഈ പിടി കണ്ടോ, ഇത് മുഴുവൻ വുഡാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ ഉടനെ ഇയാൾ ചോദിക്കും, ഇത് എത്രയായി? ഓ, ഇത് ഞാൻ മേടിച്ചില്ല, ഇത് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്, അതായത് വീട് ഗിഫ്റ്റ് തന്നതാണ് എന്ന് പറയുന്നൊരു സാഹചര്യം. അങ്ങനെ അധോലോകങ്ങളായി. പിന്നെ ഇവരെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യുമ്പോൾ ഇവരുപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ആ വേട്ടാവളി ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, കുങ്ഫും കറാട്ടയൊക്കെ പഠിച്ചാണ്, നമ്മൾ പണ്ട് ഏത് ടീമായാലും നീ ഒന്ന് അന്വേഷിച്ച് നോക്കടാ എന്നൊക്കെ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വന്നതാണ്. ഇവർ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ ഒതുക്കണമല്ലോ, ഈ ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കാനായിട്ട് ഇവന്മാർ ഗുണ്ടാ സംഘങ്ങളെ രൂപീകരിക്കാൻ തുടങ്ങി. ഈ ഗുണ്ടാ സംഘങ്ങളെ രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഗുണ്ടാ സംഘം അതാണ് ഈ ജയിലിലൊക്കെ പോയി ശുശ്രൂഷ നടത്തും. ഈ ജയിലിലൊക്കെ പോയി ശുശ്രൂഷ നടത്തുമ്പോൾ നല്ല ഒന്നാം തരം ക്രിമിനലുകൾ അതിനകത്ത് നിന്ന് കിട്ടും. അങ്ങനെ ഇവിടെ ഈ പാസ്റ്റർമാർ വലിയ ഒരു അധോലോകമായിട്ട് വളർന്നു. പിന്നെ വേറെ യുവമാരുടെ ഒരു കിടിലം പരിപാടിയാണ് ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കാൻ എന്ന രീതിയിൽ അവരുടെ അടുത്ത് പോയി ചേരും. അവരുടെ അടുത്ത് പോയി ചേർന്നിട്ട് ഈ പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരാനെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരും. എന്നാൽ ഇവർ തങ്ങളുടെ മതത്തിലേക്ക് അവരെ ചേർക്കില്ല. കാരണം ആന്ധ്രാപ്രദേശിൽ, അതേ കർണാടകയിലാണെന്ന് തോന്നുന്നു, രണ്ട് സ്ഥലത്ത് ഏതോ ഒരു സ്ഥലമാണ്, അതായത് ഒരു പാസ്റ്ററെ അടിച്ചു എന്ന് പറഞ്ഞ് പാസ്റ്റർ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം എന്ത് ചെയ്തു? കേസ് കൊടുത്തു. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ മതം മാറി പാസ്റ്ററായില്ലേ, പിന്നെന്ത് SC/ST? അതായത് ഹിന്ദുക്കളാണല്ലോ ഇവിടെ SCയും STയൊക്കെ, പിന്നെ ഈ മതം മാറി പാസ്റ്ററായ ആൾ പിന്നെ എന്ത് SC/ST എന്ന് ചോദിച്ചാൽ അത് തോട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഇവരെന്ത് ചെയ്യില്ല? മതം മാറ്റില്ല. മതം മാറ്റാതെ എന്ത് ചെയ്യും? അവരവിടെ സ്റ്റേ ചെയ്യിക്കും. അങ്ങനെ അവരെ ഇങ്ങനെ സ്റ്റേ ചെയ്യിച്ച ശേഷം ഈ പാസ്റ്റർമാരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇവരെ എടുത്ത് നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഇവരെ കൊണ്ട് അവർക്കെതിരെ കേസ് കൊടുപ്പിക്കും. അങ്ങനെ കേസ് കൊടുപ്പിക്കുമ്പോൾ കേസിനൊരു സ്ട്രെങ്ത് കിട്ടും. ഇതാണ് ഇവന്മാർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്ന് അങ്ങനെ വളർന്ന് വന്നപ്പോഴാണ് 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്നത്. പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല, എല്ലാം തകിടം പറഞ്ഞു പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം തന്നെ ഒരു വേട്ടാവളി അതിനകത്ത് ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ഹിന്ദു കുടുംബത്തിനോടാണ് പ്രസംഗിക്കുന്നത്. മന്ത്രവാദത്തിന്റെ സാധനം കൊണ്ട് വെക്കുന്നവരെ കേട്ടോളുക, പിടിക്കപ്പെടും. ഏത് തകിട് കൊണ്ടുവച്ചാലും പിടിക്കപ്പെടും. എനിക്കിത് കൊണ്ടുവെക്കുന്ന ആളിനെ അറിയാൻ കേട്ടോ. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലെ ആ ബന്ധനങ്ങൾ പൊട്ടാൻ പോവാ. യേശു നിങ്ങളെ പിടിക്കും. തകിട് വെക്കുന്നവനെ സൂക്ഷിച്ചോണം. ഇന്ന് രാവിലെ ഒന്ന് കൈയടിച്ചു സ്വോത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുന്ന എന്നറിയോ? ഈ വീട്ടിൽ കൊണ്ടുവച്ച സകല രൂപങ്ങളോ, ആ ഭദ്രകാളിയുടെ രൂപം ഇല്ലയോ, ആ രൂപം എന്തിനാ കൊണ്ടുവച്ചെന്നറിയോ? പറയട്ടെ, അതിൽ അവക്കിട്ട് പണിത പണിയാ. നിങ്ങളുടെ തന്നെ കൂടെ തമ്മിത്തല്ലി തലകീറി പിണങ്ങിപ്പോണം. ആ ഹിന്ദു കുടുംബത്തോട് നിന്ന് പ്രസംഗിക്കുന്ന ആ സമയത്ത് അതിനകത്ത് ഹിന്ദു ദേവതയായിട്ടുള്ള ഭദ്രകാളിയുടെ പടം വീട്ടിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മുടിഞ്ഞു പോയത് എന്നുള്ള രീതിയിൽ ഇയാൾ പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് അവനോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ മതമായിട്ട് മുന്നിലോട്ട് പൊക്കോ, അതിനകത്ത് കന്നം തിരിവോ കെണ്ടാന്തരവോ ഒന്നും കാണിക്കാതിരുന്നാൽ മതി. അതിനകത്ത് ഈ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണല്ലോ. നിങ്ങളെ മതമായിട്ട് മുന്നിലേക്ക് പോകും. നിങ്ങളെ മതമാണ് ഏറ്റവും ബെസ്റ്റ്, അതും നമ്മൾ സമ്മതിച്ചിരുന്നു. അതിലൊന്നും യാതൊരുവിധ തർക്കമില്ല. നിങ്ങളുടെ മതത്തിലൂടെ മറ്റേ സംഭവമൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അതെല്ലാം സമ്മതിച്ചു. അതിലോട്ട് വരുന്ന ആൾക്കാർ വരട്ടെ, വരാത്ത ആൾക്കാർ വരണ്ട. അല്ല, ഇതിനകത്ത് ഇവിടെയുള്ള ഭൂരിപക്ഷ ജനത വിശ്വസിക്കുന്ന കാളി എന്ന് പറയുന്ന, ഭദ്രകാളി എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പത്തെ കൊണ്ടുവന്ന് അധിക്ഷേപിക്കാൻ നിനക്കാരാണടാ അധികാരം തന്നത്?
ഒരു ചോദ്യമാണ്. നിനക്കാരാണ് ഇതിന് അധികാരം തന്നത്? യവനെയൊക്കെ കേസെടുത്ത് അകത്തിട, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക, മറ്റു മതങ്ങളെ അവഹേളിക്കുക എന്ന് പറഞ്ഞ് ഇവൻ്റെ പേരിൽ കേസെടുത്ത് അകത്തിടാനുള്ള സമയം അതിക്രമിച്ചു. ഇത് മറ്റൊരു മതസ്ഥനാണ് നടത്തിയില്ലെങ്കിലും, അതായത് യേശു എന്ന് പറയുന്ന ഒരു ദൈവം, ഇവൻ ആരാധിക്കുന്ന ഒരു ദൈവം, അതിൽ വിശ്വസിക്കാതിരിക്കുക, ഇവർ വിശ്വസിക്കുന്നു, ബാക്കിയുള്ള മതങ്ങളിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. യേശു എന്ന് പറയുന്ന ഒരാൾ, വിശ്വസിക്കാത്ത ഒരാൾ വന്ന് യേശുവിനെ ഇതുപോലെ പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിയോട് പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ പടം വീട്ടിൽ വച്ചിരിക്കുന്നതുകൊണ്ടാണ് നീ ഒന്നും ഗതി പിടിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പോട്ടെ, ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അകത്ത് പോവുകയോ പോകില്ലേ? പോകണം. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ പല ആൾക്കാർ, പല കുടുംബങ്ങൾ അവരുടെ കുലദേവതയായി കാണുന്ന കാളി എന്ന് പറയുന്ന ഭഗവതിയെ ഇയാൾ അധിക്ഷേപിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇവന്മാരുടെ തനി ഗുണം എന്ന് പറയുന്നത്, ഇതാണ് ഇവന്മാരുടെ തനി നിറം എന്ന് പറയുന്നത്. ഒരു മതം നല്ലതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ആൾക്കാർ വന്ന് ചേർന്നോളും. അല്ലാതെ മറ്റുള്ള മതത്തിലെ ആൾക്കാരെ അധിക്ഷേപിച്ചും വാള് കാണിച്ചും കത്തി കാട്ടിയും ഭീഷണിപ്പെടുത്തിയല്ല ഒരു മതത്തിലേക്ക് ആളെ ചേർക്കേണ്ടത്. വാളും കത്തിയും കാണിച്ച് ഭീഷണിപ്പെടുത്തി ചേർത്തിട്ടുള്ള മതത്തിനൊന്നും വലിയ കെട്ടുറപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നല്ലതാണെങ്കിൽ അത് ആൾക്കാർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. ഇവിടെ കാളി എന്ന് പറയുന്ന ഹൈന്ദവർ ആരാധിക്കുന്ന പല ആൾക്കാരും കുലദേവതയായി കണക്കാക്കുന്ന ഭദ്രകാളി എന്ന് പറയുന്ന ആ ഒരു മൂർത്തിയെ, ആ ഒരു ദേവതയെ ഇവൻ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേരള പോലീസ് ഇടപെടേണ്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമൊന്നുമല്ല, ഇത് കൃത്യമായിട്ടും കേരള പോലീസ് ഇടപെടേണ്ട ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോടിക്കണക്കിന് വരുന്ന ഭൂരിപക്ഷ സമുദായത്തെയാണ് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ ആരും കുതിര കയറാൻ ഇവിടെ പോയിട്ടില്ല. ഇയാൾക്കെതിരെ കുതിര കയറാൻ പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാളുടെ ചാരിറ്റി അസോസിയേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നത്. അല്ലാതെ യുവമാരുടെ ആരാധന തടയുന്നു, അങ്ങനെ ആരാധന എടുത്ത് ഇവർ ഫ്രണ്ടിലിട്ടു. അത് നല്ലൊരു സെറ്റപ്പാണ്. കാരണം എന്ത് പറഞ്ഞാലും മതമെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട്, കാരണം മതത്തിൽ തൊടാൻ ആരും ഒന്നും മടിക്കും. അതുകൊണ്ട് തന്നെ അതെടുത്ത് ഫ്രണ്ടിലിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കുക എന്നുള്ളത് അത് നല്ലൊരു ഫ്രഷ് മൂവ് ആയിരുന്നു. പക്ഷേ ചീറ്റിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഇയാൾ എന്ത് വിശദീകരണം നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ കാളി ആരാണെന്നോ, കാളി എന്തുകൊണ്ടാണ് ഹൈന്ദവർ ആരാധിക്കുന്നതെന്നോ, എന്താണ് അതിന് പിന്നിലെ ഫിലോസഫിക്കൽ കണ്ടന്റ് എന്നോ, എന്താണ് അതിന് പിന്നിലെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നോ എന്നും ഇവിടെ ആരും കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ കൊടുക്കാനായിട്ട് തുനിയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാളി എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഈഗോയെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്, കാളി എന്ന് പറയുന്നാൽ സിംബോളിക്കലി എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞാലും യൗമാരെന്ത് ചെയ്യും? അധിക്ഷേപം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അർഹതയുള്ളവരുടെ അടുത്ത് മാത്രമേ ഇതൊക്കെ പറയാവൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് യൗമാർക്കെതിരെ കേസെടുക്കണം, കേരള പോലീസ് യൗമാരെ ജയിലിലാക്കണം. ഇത് കടുത്ത അനീതിയാണ്, മതസ്പർദ്ധയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അപ്പോൾ ശരി.